അതാർക്ക് വേണ്ടി ഏതോ ഒരു ദേശം തീർക്കാനുള്ള എന്റെ കളി കഴിഞ്ഞു മതിട്ടാ ഒരു അറിയട്ടെ. Win them. Have you played before? No. No? Oh shit. Anyone played before so we can shift the teams? All first time. Nice. Same as here. No, I'm just kidding. Oh, still there's more. Very nice. I swear to God, no one is knowing. I'm here for the safety brief. Just give me 5 minutes your attention. You guys all played before or first time? First time. May I know how many beginners are here for paintball? First time players. Most of you are playing first time. So there are some safety rules on the game. Safety number 1, the face mask. Whatever happens inside the field, don't remove it. Because the paintball is traveling very fast. You get shot on your eye, there are huge chances to your eye. So don't remove the face mask inside the field for any reason. Okay? And there's a field over there. We have 2 bases. 2 starting points. One team will start from this side, another team from the downside. And when you hear the siren, you have to come out from your base, take your position and start shooting your opponent team. Only the opponent, don't shoot your teammates, no friendly fire. Okay, and the elimination system, it's called kill shot. യോ ഗൈസ്, അപ്പം നമ്മൾ ഇതൊക്കെ നമ്മുടെ ടീമും അതൊക്കെ അവരുടെ ടീമുമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പറഞ്ഞൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇവിടെ കൊണ്ടാലും എലിമിനേറ്റ് ആയി നമ്മൾ പുറത്ത് പോകണം. അങ്ങനെയാണ് എനിക്ക് തോന്നണം. ആദ്യം തന്നെ പോയിട്ട് എലിമിനേറ്റ് ആയി പുറത്തു പോകണം. ആദ്യം അങ്ങോട്ട് മരിക്കാം. അതിന് കൈവക്കി ഞാൻ അഥവാ വീഡിയോ എടുക്കുന്ന ഞാൻ ഊളി കിട്ടോളൂ. അയ്യോ അമ്മച്ചേ, നീ എവിടെയെങ്കിലും സൈഡിൽ വിളിച്ചിട്ടുണ്ട്. അവര് വേറെ സാധനം തരുന്നു പറഞ്ഞു വേണമെങ്കിൽ. സൽമാനെ From behind. If I'm like this, please. Get ready. So when you hear the siren, you have to leave the thing. You can't make it. ഞാൻ കോട്ടയുടെ മുകളിൽ ആ അതിൽ ഇവിടെ വെടിവെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്തായിരുന്നു ഇവിടെ നിൽക്കാൻ പാടില്ല. അത് പ്രസ് ചെയ്യുമ്പോഴല്ലോ.
ഹെൽമെറ്റ് ഊരാൻ തോന്നി ഇവിടെ ഇവിടുന്ന് ഊരാനേ പറ്റില്ല. ഊരാൻ തോന്നി നേരെ പുറത്ത് വെക്കും. ഇവിടെ നിന്ന് ചെയ്തു. തിരിച്ചിങ്ങോട്ട് കയറാൻ പറ്റില്ല. സ്വന്തം ടീമിന് ഓടി കൊണ്ടാലോ? കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്തോ. അങ്ങനെ തിരിയോ? ബാക്കിൽ നിന്നൊക്കെ കിട്ടുന്നത് സ്വന്തം ടീമിനായിരിക്കും, പക്ഷെ സ്വന്തം ടീമിന് അടിക്കരുത്. പറയൂ പറയൂ. കൈമ പെയിന്റോളം നല്ല സുഖമാണ്. കൈ നീ നമ്മുടെ കണ്ടുപിടിച്ചില്ലേ? ഞാൻ ആദ്യമേ പോയിട്ട് ആ കൊട്ടയിൽ ഒളിച്ചിരുന്നല്ല. നിങ്ങൾ തുടങ്ങുമ്പോ വന്നാൽ മതി, ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയി ഒളിച്ചിരിക്കാം. ഇതിന്റെ ഇടയിൽ വിളിച്ചിരുന്നേ. വാ വാ, വിളിക്കണേ വാ. അല്ല ഞങ്ങളെ ടീമല്ലല്ലോ, പോയായിരുന്നു. നീ നമ്മുടെ ശത്രുവാണ്. കണ്ടുപിടിച്ചില്ലേ? ഏതാ ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ടീമിൽ ഇവർ മാത്രമല്ല, അൽബേനിയ ആൾക്കാരുണ്ട്, വേറെ കൺട്രീസിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അപ്പുറത്തുള്ള ടീം, നമ്മുടെ ടീമിലുള്ള ആൾക്കാരുണ്ട് അപ്പുറത്ത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് മിക്സ് ചെയ്തിട്ടാണ് ഈ വെടിവെപ്പ് നടക്കുന്നത്. അപ്പോൾ ഇത് റെഡിക്കുള്ള തോക്കാണ് നിങ്ങൾ, ഐ മീൻ അല്ലേ? നല്ല വേന എടുക്കും. ഇത് ഉള്ളിൽ നിന്ന് ഇത് പോയി കഴിഞ്ഞാൽ ചോര തിളയ്ക്കുന്നതാണ് പറയുന്നത്. നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. അപ്പോൾ ഞാൻ മാസ്ക് വെച്ചിട്ടില്ലെങ്കിൽ കണ്ണടിച്ചു പോകുന്നു പറഞ്ഞു. Oh, one more thing. If you're talking, do like this so people know who's speaking. Okay. That's a good idea. Guys, we have to win, huh? Organize. Speak like this, then we know you're speaking. Alright. വെടി തുടങ്ങിയ പിന്നെ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും Unlock your gun, safety off. Are you ready? No, no safety on. ടീം പറഞ്ഞേ കൈമുണ്ട്, കുഴപ്പമില്ല, സേഫാണ്. ബസ്സിനുള്ളിൽ ഉണ്ടാലോ. എന്താണ് വെടി കിട്ടിയ? നമുക്ക് വെടി കിട്ടിയില്ല. നിങ്ങൾ തോറ്റെന്നാ പറഞ്ഞത്. നമ്മൾ ജയിച്ചു, നിങ്ങളെ തോറ്റു, നിങ്ങൾ തോറ്റു. അങ്ങനെ നമ്മൾ ജയിച്ചു. നാലെണ്ണത്തിനെ അടിച്ചിട്ട് ബസ്സിന്റെ ഉള്ളിൽ നിന്ന്. ഇതിലുണ്ടാ, ബാക്കിലുണ്ടാ?
ഇജ്ജായിരുന്നില്ലേ അടിച്ചേ? ഞാനാണ് ഇവിടുന്ന് ഉണ്ടവരുണ്ട്, മറ്റേ ടീമില്ലല്ലോ ഇവിടെ. ഞാൻ പറഞ്ഞോടി ഇങ്ങോട്ട് പോന്ന് ചടപ്പറാന്ന് വേണ്ടി എങ്ങനെ കിട്ടിയാലും ഇതിന്റെ മണ്ടേ കയറിന്റെ ഞാൻ തന്നെ. നീ എവിടെ നിൽക്കണേ? അവിടെയാ? ഒരു രക്ഷയില്ല. നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യണം. ടയേർഡായി അല്ലേ? 3 റൗണ്ട് തോറ്റു അന്തസ്സായിട്ട്. അവരുടെ കയ്യിൽ പ്രൊഫഷണൽ ഷൂട്ടേഴ്സ് ഉണ്ടായിരുന്നു. അവര് അല്ലല്ല, അവരുടെ ടീമിലെല്ലാം ചെറുപ്പക്കാരാ, അതുകൊണ്ടാ ജയിച്ചത്. അപ്പൊ തോറ്റ ടീം വരുന്നുണ്ട്, നമുക്ക് ചോദിക്കാം. തോറ്റ ടീം എന്താണ് സെൽഫി ഓൺ ആക്കിട്ട് പറയാ. ഞങ്ങളെ പ്രസിഡന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ തന്നെ ഉണ്ടായിരുന്നു. സോ ആക്ഷൻ പാർക്കിലെ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് ടോട്ടലി 5 ആക്ടിവിറ്റീസാണുള്ളത്. 4 ഇൻഡോർ ആക്ടിവിറ്റീസും പിന്നെ ഒരു ഔട്ട്ഡോർ പെയിന്റ് ബോൾ. ഓക്കെ, പെയിന്റ് ബോളിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ആക്ച്വലി 99 dirhams ആണ്. ഇപ്പോൾ ഒരു സമ്മർ പ്രൊമോ പ്രമാണിച്ച് ഇപ്പം ലൈക്ക് 75 തൊട്ടാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അത് പെയിന്റ് ബോളിൻ്റെ. ഇൻഡോർ നമുക്ക് ആക്ടിവിറ്റീസ് വരുന്നത് ടാർഗറ്റ് ഷൂട്ടിംഗ്, ആർച്ചറി, ആക്സ് ത്രോയിങ്, പിന്നെ ക്രാഷ് റൂം. അപ്പം ഈ ടാർഗറ്റ് ആക്ടിവിറ്റീസ്, അതായത് ടാർഗറ്റ് ഷൂട്ടിംഗ്, ആർച്ചറി, ആക്സ് ത്രോയിങ്, ഈ 3 ആക്ടിവിറ്റീസിന് ചേർന്നിട്ട് 99 dirhams ആണ് വരുന്നത്. അതൊരു കോംബോ ആയിട്ടാണ് വരുന്നത്. പിന്നെ ക്രാഷ് റൂമിന് സെപ്പറേറ്റ് ആയിട്ട് വേറെ പാക്കേജ്. സോ പെയിന്റ് ബോൾ 75, സമ്മർ പ്രൊമോ, ഇൻഡോർ ആക്ടിവിറ്റീസ് 99 dirhams കോംബോ. ഓക്കെ, താങ്ക് യു ബ്രോ. എങ്ങനെ ഉണ്ടായിരുന്നു സംഭവം? ഇനി വരില്ലേ? നമുക്ക് ഇനിയും കാണണം. താങ്ക് യു. ഓക്കെ, നല്ല സെറ്റ് ആയിട്ടുണ്ട്. കുഴപ്പമില്ല, നോ പ്രോബ്ലം. താങ്ക് യു, അടിപൊളി. വെൽക്കം ബ്രോ. ഗൈസ്, ഒരു രക്ഷയില്ലാട്ടോ. എല്ലാവരും ഇത് വിളിച്ച് വരുന്നത് ഇന്നത്തെ കാർഡിയോ ആയി. 4 ആക്ടിവിറ്റി ഓടി നമ്മൾ ഇത്രയും രസമായിരിക്കില്ല, കാരണം നമ്മുടെ ആൾക്കാർ അല്ലേ? അതുകൊണ്ടായിരുന്നു കുറച്ച് രസം. എല്ലാവരും നമ്മുടെ ആൾക്കാരെ. ഞാനൊരു 5 വർഷം കഴിഞ്ഞു ഇതിനാ. അപ്പൊ ഇതിന്റെ റേറ്റ് 75 dirhams ആണ്. ഈ കളി എന്ന് പറഞ്ഞാൽ ജയിക്കലും തോൽക്കലല്ലേ, നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ഓടി നടന്ന് ഒന്നെങ്കിൽ വെടി വെക്കുക അല്ലെങ്കിൽ വെടികൊള്ളുക. ഇത് ഒരു സ്ഥലത്ത് മാത്രം. എങ്ങനെ നാല് കളി ഉണ്ട്. 4 കളിയും വെറുതെ ഇങ്ങനെ തോക്കം പിടിച്ച് എന്നിട്ട് വേർക്കാണ്ട് നിൽക്കണം. ഗൈസ്, അവരിതാ പോയി. അവർക്ക് ഇനി വേറെ എന്തോ പരിപാടി ഉണ്ടെന്ന് പറയണേ. മാറിക്കങ്ങോട്ട് ബാക്കി പോ. ഒരു പറയാ നമുക്ക് വേറെ പരിപാടിയില്ല. നമ്മൾ സെറ്റായി. നമ്മളിതാ ഇപ്പൊ പോവാൻ പോകുന്നത് കൈറ്റ് ബീച്ചിലേക്ക് നീന്താൻ. എടാ, ബീച്ചിൽ പോയി നീന്തിട്ട് വരാ. ഡയറക്റ്റ് അങ്ങോട്ടാ കാര്യായിട്ട്. എടാ, എന്തായാലും വേർത്ത് ये कितना भैया? ये 30 रुपए का. कितना बोला? ये 30 किलो. और ये सब ये वाला भी 30 रुपए का है. ये വിശപ്പ്. ഇത് മറ്റവരും ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞോ? ഇപ്പൊ തന്നെ ഓർഡർ ചെയ്യാം. വരും.
അത് കഴിഞ്ഞ് തീർക്കലടാ. അത് ഏ പഴയ മറ്റേ കപ്പലണ്ടി കപ്പലണ്ടി ദുബായിൽ വന്നിട്ട് നമ്മൾ കപ്പലണ്ടി അത് തീർക്കണ്ടടാ ബാബാ. അപ്പൊ എന്താണ് ഇന്നത്തെ സ്പെഷ്യല്? കീമ വിത്ത് റൊട്ടി ദാൽ. വിശന്ന് വെടിവെച്ച് ക്ഷീണിച്ചു വന്നിരിക്കുന്നു. അതായത് അതെ, അടിപൊളി പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിതാ തിരിച്ചു പോകുന്ന സമയത്ത് ഇവിടെ ഒരു നല്ല പാകിസ്ഥാനി റെസ്റ്റോറൻ്റ് ആണെന്ന് വിചാരിച്ച കയറിയതാണ്. തലാലാണ് നമ്മുടെ മലയാളികളുടെ റെസ്റ്റോറൻ്റ് ആണ്. പക്ഷെ നമ്മളിതാ നല്ല റൊട്ടിയും, ഇത് ഈ എൻഡിലായതുകൊണ്ട് പാകിസ്ഥാനികളും എല്ലാ ആൾക്കാരും വരുന്ന കാരണം ഇവിടെ ഇതാണ് സ്പെഷ്യൽ കേട്ടോ. റൊട്ടി വരും പറഞ്ഞാ കഴിക്കുന്നത് നീ നിനക്ക് അങ്ങനെ തന്നെ വേണം. റഫീഖിന്റെ നേരത്തെ എന്തുന്നറിയോ, ഫുള്ള് സൂം അല്ലേ, എറിയൊന്ന് കറക്റ്റ്. അതിനെല്ലാരും കണ്ണുവെച്ച് രണ്ടാമത്തെ ഒന്നും കൊണ്ടില്ല. അതിന്റെ ഇടയ്ക്ക് അടിച്ചതാണ്, അവിടെ അടിച്ചത് പേപ്പർ ഇവന്റെ അടുത്തേക്ക് തന്നെ വന്ന്. ഞാൻ കണ്ടില്ല. കാലിന്റെ ഇടയ്ക്ക് അതിന്റെ ബാഗ് ഭാഗമായി വീണ്ടും അവിടെ പോയി അത് കൊള്ളണം കറക്റ്റ്. ആ വാടൊക്കെ കൊടുക്കുന്നുണ്ട്. ശമ്പം പിന്നെ ചെല്ലിട്ട് പൊള്ളിയായിരുന്നു. ഞാൻ പൊളിച്ചില്ല എല്ലാത്തിനും ഞാൻ ജയിച്ചു. അങ്ങനെയാണ് ദേവസേനയുടെ ഷോട്ട്. സൽമാൻ അത്രയും വലിയ വെടിവെപ്പുകാരനാന്ന് ഞാൻ അറിഞ്ഞില്ല. 90 യോ ഗൈസ്, അപ്പോൾ നല്ല ശരീരമേനുണ്ട്. നമ്മളിതാ ഇവിടെ എത്തി, മലബാർ ടിഫിൻ്റെ അവിടെ എത്തി. ഇനി ഒരു ചായയും ഫുഡും കഴിച്ച് വീണ്ടും ഫുഡ് കഴിക്കാന്ന് വെച്ച് നല്ല വേന. അപ്പോൾ പാക്കപ്പ് പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരുകയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ട? അടിപൊളിയായി. ഇന്നത്തെ ദിവസം അവിടെ ഇവിടെ കയറ്റ ഉള്ള ഡ്യൂട്ടിയിൽ കൈ മുഴ വന്നു. നിനക്ക് എന്താ പറയാനുള്ളത്? സ്പെഷ്യല്ല ഇവിടെ കൊണ്ട് പോയിട്ട് ഇനി തേച്ച് കിടന്നുറങ്ങണം. സത്യം. അപ്പോൾ ഗൈസ് ബൈ ബൈ. ബൈ.